ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ അറസ്റ്റിൽ. അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ വീണ്ടും ബാലരാമപുരം സ്റ്റേഷനിൽ എത്തിച്ചു. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ ചോദ്യം ചെയ്യൽ തുടരും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഈ വൈദ്യപരിശോധന പൂർത്തിയായിട്ടുണ്ടോ? ഇന്നെന്തെങ്കിലും നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടോ? നിഷ, വൈദ്യപരിശോധനാ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് ഒരു 7 മണിയോടുകൂടിയാണ് ഈ കേസിലെ പ്രതി ഹരികുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി, മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഈ പ്രതിയെ വീണ്ടും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇന്ന് രാത്രി ഇനി മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇൻട്രോഗേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നാളെ വീണ്ടും തുടരും എന്നുള്ള വിവരം കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ, ഏതാണ്ട് 5:30 തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനെയും അമ്മ ശ്രീകലയെയും വിട്ടയച്ചിരുന്നു. ഇവർ ഇരുവരും കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിൻ്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയെന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. അതിന് പിന്നാലെ ഇപ്പോഴും ഈ കുട്ടിയുടെ അമ്മ ശ്രീധു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ ശ്രീധുവിനെ ഇവിടെ തന്നെ തുടരും എന്നുള്ള വിവരം കൂടി പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഈ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള മഹിളാ മന്ദിരത്തിലേക്ക് ശ്രീധുവിനെ മാറ്റാനുള്ള ആലോചന കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അവിടേക്ക് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പോലീസിൽ നിന്ന് എഫ്ഐആറിൻ്റെയും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കി അവിടെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ ഈ പറയുന്ന ശ്രീധുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവിടേക്ക് മാറ്റുമോ എന്നൊരു കാര്യത്തിനകത്ത് ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ മാറ്റിയേക്കും എന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അവിടേക്ക് മാറ്റിയില്ല എങ്കിൽ ശ്രീധു ഇന്ന് ഈ രാത്രി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെ വനിതാ സെല്ലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീധുവിന് ഇതിനകത്ത് പങ്ക് തെളിയിക്കുന്ന, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ ശ്രീധുവിന്റെ പങ്ക് തെളിയിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളോ പോലീസിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ഇതിനകത്ത് അമ്മാവൻ ഹരികുമാറാണ് പ്രതി